35 വർഷം പഴക്കമുള്ള പാരമ്പര്യം. ഇത് കേൾക്കുമ്പോൾ പ്രതിപക്ഷം ചിലപ്പോൾ തങ്ങളുടെ പഴയ പാരമ്പര്യം മറന്ന് രാജ്യത്തിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയേക്കാം. അതായത് ഇന്ത്യയുടെ ആണവ സ്ഥാപനങ്ങളുടെ പട്ടിക എന്തിനാണ് ഇന്ത്യ പാകിസ്ഥാന് കൈമാറുന്നത്? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കും ഒരു അമ്പരപ്പ് തോന്നിയില്ലേ? നമ്മുടെ രാജ്യത്തെ ആണവ സ്ഥാപനങ്ങളുടെ പട്ടിക നമ്മൾ പാകിസ്ഥാന് കൈമാറുന്നു. ഇതെന്തിനാണ് പാകിസ്ഥാന് കൈമാറുന്നത് എന്ന് ചോദിച്ചാൽ കൈമാറേണ്ട ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ ഉത്തരം. പുതുവർഷത്തിന്റെ ആദ്യ ദിവസമാണ് ഇത് സംഭവിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും 35 വർഷം പഴക്കമുള്ള പാരമ്പര്യം തുടർന്നു എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമെന്ന് പറയുന്നത്. ഒരു കരാർ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും നയതന്ത്രജ്ഞർ പരസ്പരം ആണവ സൗകര്യങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതായത് ഇതൊരു കരാറാണ്. ആ കരാർ പ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആണവ സൗകര്യങ്ങളെ സുരക്ഷയും പറ്റിയുള്ള വിവരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരിക്കുന്നത്. പരസ്പരം ആണവ സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തടയുന്നതിനായി ഇരു രാജ്യങ്ങളും ഒരു കരാറിൽ നേരത്തെ തന്നെ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കൈമാറ്റം നടന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറുപടി. ആണവ സംബന്ധിയായ വിവരങ്ങൾ നൽകുന്നതിനുള്ള ഒരു കരാറിൽ ഇരു രാജ്യങ്ങളും 1988 ഡിസംബർ 31-നാണ് ഒപ്പുവെച്ചത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയേണ്ടത്. ആണവ കേന്ദ്രങ്ങളെയും അനുബന്ധ വിശദാംശങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിനായി ഈ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം 1991 ജനുവരി 27-ന് ഈ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. കരാർ പ്രകാരം ഇരു രാജ്യങ്ങളും എല്ലാ വർഷവും ജനുവരി 1-ന് അവരുടെ ആണവ കേന്ദ്രങ്ങളും മറ്റ് അനുബന്ധ വിവരങ്ങളും പരസ്പരം പങ്കിടുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും ഇതുവരെ 34 തവണ പട്ടികകൾ കൈമാറി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തടവിലാക്കപ്പെട്ട പൗരന്മാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കോൺസുലാർ ആക്സസ് 2008 പ്രകാരം ഇരു രാജ്യങ്ങളുടെയും കസ്റ്റഡിയിലുള്ള തടവുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര മാർഗങ്ങൾ വഴിയാണ് ഈ പട്ടിക കൈമാറിയത്. പാകിസ്ഥാനികളാണെന്ന് സംശയിക്കുന്നവർ ഉൾപ്പെടെ 391 സിവിലിയൻ തടവുകാരുടെയും 33 മത്സ്യത്തൊഴിലാളികളുടെയും പട്ടികയാണ് ഇന്ത്യ കൈമാറിയത്. അതേസമയം 58 ഇന്ത്യക്കാരുടെയും 199 മത്സ്യത്തൊഴിലാളികളുടെയും പട്ടിക പാകിസ്ഥാനും കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.